നടൻ ടിനി ടോമിനെതിരായ പരാതിയിൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് നടി അൻസിബ ഹസൻ. ടിനിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം വേണമെന്നാണ് ആവശ്യം. അൻസിബ പിന്നോട്ടില്ല. പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് ഹർജി. അതിനിടെ നടി ലക്ഷ്മിപ്രിയയ്ക്കെതിരായ അൻസിബയുടെ ഹർജിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു. അൻസിബയുടെ പരാതി അമ്മയിലെ തർക്കങ്ങളുടെ തുടർച്ചയെന്നാണ് റിപ്പോർട്ട്. വനിതാ എസ്ഐക്ക് വീഴ്ചയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സജോ ദേവസ്യയുണ്ട്. സജോ ദേവസ്യ, അൻസിബ പിന്നോട്ടില്ല. പോലീസാണെങ്കിൽ അൻസിബ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ പറ്റുന്ന ഒന്നുമില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ടിനി ടോമിനെതിരെയെങ്കിലും കേസെടുക്കണം എന്നുള്ളതാണ്. അൻസിബ പറയുന്നത് ഏതറ്റം വരെയും പോകും എന്നാണോ സജോ? ഡോക്ടർ അരുൺകുമാർ, ഇക്കാര്യത്തിൽ അൻസിബ ആദ്യം ലക്ഷ്മിപ്രിയയ്ക്കും തൃപ്പൂണിത്തുറ വനിതാ സെല്ലിലെ SI രേഷ്മയ്ക്കുമെതിരെയാണ് കോടതിയെ സമീപിച്ചത്. നേരത്തെ കേസെടുക്കണം, എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ലക്ഷ്മിപ്രിയയ്ക്കും ഈ SI രേഷ്മയ്ക്കുമെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ പക്ഷേ മൊഴി രേഖപ്പെടുത്തലൊക്കെ ഉണ്ടായെങ്കിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണത്തിലേക്ക് പോയില്ല. അതിൽ തൃപ്പൂണിത്തുറ കോടതിയിൽ ഹർജി കൊടുത്തു. അതിൽ പോലീസിന്റെ റിപ്പോർട്ട് തേടി. പോലീസിന്റെ റിപ്പോർട്ട് കോടതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിന്മേലുള്ള വാദം തുടരും. അതിനുശേഷം കോടതി അതിലൊരു തീരുമാനമെടുക്കണം. അതായത് അതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണം വേണമോ എന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കും. അതിൽ തിരിച്ചടി ഉണ്ടായാലും അപ്പീലുമായി അൻസിബയ്ക്ക് പോകാം എന്നൊരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. അക്കാര്യത്തിലാണ് പോലീസ് റിപ്പോർട്ടൊക്കെ ഉള്ളത്. പക്ഷേ ഇത് മറ്റൊരു ഹർജിയാണ്. അതിൽ ടിനി ടോമിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം. ടിനി ടോം സ്ത്രീത്വത്തെ അപമാനിച്ചു, അതുകൂടാതെ വർഗീയവാദിയായി ചിത്രീകരിച്ചു, ഇതിലെല്ലാം തെളിവുകളുണ്ട്. പരാതി നൽകി, പക്ഷേ പോലീസ് എഫ്ഐആർ ഇടാൻ തയ്യാറാകുന്നില്ല. പകരം പ്രാഥമിക അന്വേഷണം എന്ന് പറഞ്ഞ് എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തുന്നത് പോലെ മൊഴികളെടുക്കാൻ ആളുകളെ വിളിച്ചു വരുത്തുന്നു. അതിൽ എഫ്ഐആർ ഇട്ടാണ് അന്വേഷണം നടത്തുന്നത്. ഇത് കേസെടുക്കാതിരിക്കാൻ മനഃപൂർവ്വം കാര്യങ്ങൾ വൈകിപ്പിക്കുകയാണ്. പ്രാഥമിക അന്വേഷണം ഇത്ര സുദീർഘമായ സമയം ഒരു കേസിലും എടുക്കാറില്ല എന്നതാണ് പരാതി. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതി JFCM 8 ഹർജി നൽകുക. ഇന്ന് തന്നെ അത് കോടതിയിൽ പരിഗണനയ്ക്ക് വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ അതിലും പോലീസ് റിപ്പോർട്ടിന് പോവുകയാണ് ഇന്നും സംഭവിക്കുക. സമാന രൂപത്തിൽ പോലീസ് എന്ത് റിപ്പോർട്ട് ഈ കാര്യത്തിൽ നൽകും എന്നത് കാണേണ്ടതാണ്. നേരത്തെ അനുകൂലമായി, അതായത് അൻസിബയ്ക്ക് അനുകൂലമായി ഇതിലെ ചില ആളുകൾ, അതായത് നേരത്തെ നടി നീന കുറുപ്പ് അടക്കമുള്ള ആളുകൾ, പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകൻ ഒക്കെ അൻസിബയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയിരുന്നു. ഒപ്പം ഇത്തരം പരാമർശങ്ങൾ, വർഗീയ പരാമർശങ്ങൾ, അധിക്ഷേപ പരാമർശങ്ങൾ ഇനി നടത്തി എന്ന രൂപത്തിലുള്ള തെളിവുകൾ ഉണ്ട് എന്നാണ് അൻസിബയുടെ വാദം. അതിന് ഡിജിറ്റൽ തെളിവുണ്ട്, അതല്ലാതെ ഇത് കേട്ടവരുണ്ട്, ദൃക്സാക്ഷികളുണ്ട് എന്ന് തുടങ്ങിയുള്ള വാദങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കോടതി എന്ത് തീരുമാനമെടുക്കും എന്നത് ഒരു വശത്ത്. പക്ഷെ അതേസമയം ആദ്യം ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയിൽ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ വിളിച്ചു വരുത്തി 3 മണിക്കൂറോളം ഹരാസ് ചെയ്തു, നിർബന്ധിച്ച് ക്ഷമാപണം എഴുതി വാങ്ങിച്ചു എന്ന് തുടങ്ങിയുള്ള, അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനോട് ഫോണിൽ സംസാരിക്കാൻ നിർബന്ധിച്ചു എന്ന് തുടങ്ങി നിയമവിരുദ്ധമായ കാര്യങ്ങൾ ആ സ്റ്റേഷനിൽ നടന്നു. അതുകൊണ്ട് SIക്കെതിരെ കേസെടുക്കണം എന്നതാണ്. അതിൽ പക്ഷേ പോലീസ് കൊടുത്ത റിപ്പോർട്ടിനെ എതിർക്കാനാണ് അൻസിബയുടെ തീരുമാനം. അതിൽ ശക്തമായ നിലപാട് കോടതിയുടെ മുന്നിൽ അറിയിക്കാനാണ് അൻസിബ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കാതെ ഉരുണ്ട് കളിക്കുന്നു, SIയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, ലക്ഷ്മിപ്രിയയുടെ ഭാഗത്ത് നിൽക്കാൻ അനധികൃതമായി നിയമവിരുദ്ധമായി ശ്രമിച്ച SIയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള വാദം കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ഇതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയാൽ ഇതിലെ വസ്തുതകൾ പുറത്തേക്ക് വരും. അതിന് അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല. അങ്ങനെ 2 പരാതികളാണുള്ളത്, 2 കേസുകളാണുള്ളത്. ഒന്നിപ്പോൾ കോടതിയുടെ മുന്നിലാണ്. അതിൽ പക്ഷേ അൻസിബയുടെ വാദങ്ങളെ നിരാകരിക്കും വിധമാണ് പോലീസ് റിപ്പോർട്ട്. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, നിർബന്ധപൂർവ്വം ഈ ക്ഷമാപണം എഴുതി വാങ്ങിപ്പിച്ചു, സംസാരിപ്പിച്ചു തുടങ്ങിയ അൻസിബയുടെ ആരോപണങ്ങൾ ഈ പോലീസ് റിപ്പോർട്ട് ശരിവെക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇതെല്ലാം അമ്മയിലെ തർക്കങ്ങളുടെ തുടർച്ചയാണ്, അതുകൊണ്ട് ഇതിൽ കഴമ്പില്ല എന്ന മട്ടിലുള്ള ഒരു കൺക്ലൂഷനിലേക്കാണ് പോലീസ് റിപ്പോർട്ട് പോകുന്നത്. പക്ഷേ അത് നിയമപോരാട്ടം അവസാനിപ്പിക്കില്ല. ആ കാര്യത്തിലും ടിനിയുടെ കാര്യത്തിൽ കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് അതിൽ കോടതിയെ സമീപിക്കുന്നു എന്നതാണ് അൻസിബയുടെ അഭിഭാഷകർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു. സജു ദേവസ്യാണ് നമുക്കൊപ്പം ചേർന്നത്.